ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളിയായിട്ടുള്ള കേക്കിൻ്റെ ഡെക്കറേഷൻ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഫയർ കേക്ക് എങ്ങനെ ചെയ്യാമെന്നാണ് കേട്ടോ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ റീൽസിലെല്ലാം ട്രെൻഡ് ആയിട്ടുള്ള ഈ ഒരു കേക്ക് എങ്ങനെ ചെയ്യാമെന്നുള്ളത് കണ്ടു നോക്കാം. അപ്പോൾ ഈ ഒരു ഫയർ കേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഇതുപോലത്തെ ഒരു പേപ്പറാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പേപ്പർ ഷോപ്പിലും അതുപോലെ ഓൺലൈൻ ഷോപ്പിലെല്ലാം വാങ്ങിക്കാൻ കിട്ടും. ഇപ്പോൾ ട്രെൻഡ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ടിഷ്യൂ പേപ്പറിൻ്റെ കട്ടിയേ ഉള്ളൂ കേട്ടോ. തിക്നെസ് നല്ലോണം കുറഞ്ഞിട്ടുള്ള ഒരു പേപ്പറാണ്. നമ്മൾ സാധാ പേപ്പറിൻ്റെ തിക്നെസ് ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ഒരു ടിഷ്യൂ പേപ്പർ എങ്ങനെയാണോ ആ ഒരു തിക്നെസ്സേ ഉള്ളൂ. ഒരു A4 ഷീറ്റിൻ്റെ സൈസാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഫോണ്ടൻറ്റിൽ നെയിം ചെയ്തിട്ട് അതിലാണ് കേട്ടോ ഈ ഒരു പേപ്പർ വെക്കുന്നത്. അപ്പോൾ നെയിം എഴുതിയിട്ടാണ് നമ്മളിപ്പോൾ ചെയ്യണത്. അതൊരു ഹൈഡ് ചെയ്ത് വെച്ചിട്ട് പിന്നെ അതിങ്ങനെ ഫയറായിട്ട് കത്തിപ്പോയതിൻ്റെ ശേഷം നെയിം ഇങ്ങോട്ട് വരിക, അതാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഫോണ്ടൻറ്റ് ചെറിയ റൗണ്ട് ഷേപ്പിലായിട്ട് കുറച്ചൊരു കട്ടിയോട് കൂടിയിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ സൈസിനായിട്ട് ഫയർ പേപ്പറും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. കറക്റ്റ് സൈസായിട്ട് തന്നെ എടുക്കുക. അങ്ങനെ ഇപ്പോൾ 4 ഫോണ്ടൻറ്റ് പീസ് ഉണ്ടായിരുന്നു. അതിന് സൈസായിട്ടുള്ള 4 ഫയർ പേപ്പറും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് റൗണ്ട് ഷേപ്പിൽ തന്നെ. ഇനി നമുക്കിതിനെ ഡയറക്റ്റ് ഫയർ പേപ്പർ ഇതിൽ വെച്ച് കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്കിത് വെച്ച് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു ബോർഡർ കൊടുക്കണം. അപ്പോൾ ഈ ഒരു ഫോണ്ടൻറ്റ് പീസ് വെച്ചിട്ട് തന്നെ ഒരു ബോർഡർ ഉണ്ടാക്കിയെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ബോർഡറിലായിട്ട് എഡിബിൾ ഗ്ലൂ വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ബ്രഷിലാക്കിയിട്ട് റൗണ്ട് ചെയ്ത് കൊടുത്തു. അതിന് ശേഷം ഫോണ്ടൻറ്റ് നന്നായിട്ട് തിന്നായിട്ട് ഒന്ന് പരത്തിയെടുക്കുക. റോൾ ചെയ്തിട്ട് തന്നെ പരത്തിയെടുത്തതിൻ്റെ ശേഷം ഈ ഒരു എഡ്ജിലായിട്ട് ഇത് വെച്ച് കൊടുക്കുക കേട്ടോ. ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതൊരു ബോർഡറായിട്ട് തന്നെ അവിടെ നിന്നോളും. എഡിബിൾ ഗ്ലൂ യൂസ് ചെയ്യട്ടോ, വെള്ളം യൂസ് ചെയ്യരുത്. അപ്പോൾ ഇതുപോലെ ഒന്ന് റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ ഈ 4 പീസിനെ നമുക്ക് ഇതുപോലത്തെ ഒരു ബോർഡർ കൊടുത്തിട്ട് എടുക്കണം കേട്ടോ. 4 പീസ് ഫോണ്ടൻറ്റിനെ. അപ്പോൾ നെയിമിൻ്റെ സ്പെല്ലിംഗ്, അതായത് ലെറ്റേഴ്സിനനുസരിച്ച് ഫോണ്ടൻറ്റിൻ്റെ എണ്ണം കൂടും. ഇപ്പോൾ ഞാൻ 4 ലെറ്റേഴ്സ് ഉള്ളതാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 4 ഫോണ്ടൻ്റാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇതുപോലെ ഓരോ ഫോണ്ടൻറ്റ് പീസിലും ബോർഡർ കൊടുത്തിട്ട് ഈ ഒരു സൈസിലായിട്ട് കട്ട് ചെയ്തത് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇത് ഡയറക്റ്റ് ഫോണ്ടൻറ്റിൽ കത്തി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു എന്താ പറയുക, അത് ഫിനിഷിങ്ങിൽ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ 4 എണ്ണത്തിനും ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. ഇനി സെൻട്രലായിട്ട് ലെറ്റേഴ്സ് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഹല എന്നാണ്. അപ്പോൾ നമുക്കിപ്പോൾ ലെറ്റേഴ്സിനനുസരിച്ചിട്ട് ഫോണ്ടൻറ്റ് കൂടുതലായിട്ട് ഉപയോഗിക്കേണ്ടി വരും. വലിയ ലെറ്റേഴ്സൊക്കെ അല്ല, ഒരുപാട് വലിയ നെയിമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് വരും. അപ്പോൾ പിന്നെ നമ്മൾ ഒറ്റ ഷീറ്റിലായിട്ട് എഴുതണതായിരിക്കും. ഫോണ്ടൻറ്റ് ഒറ്റ പ്രാവശ്യം പരത്തിയിട്ട് അതിൽ എഴുതണതായിരിക്കും നല്ലത് കേട്ടോ. ഒരുപാടാകുമ്പോൾ നമുക്കിത് കേക്കിന് ചുറ്റിലും വെച്ച് കൊടുക്കേണ്ടി വരും. അപ്പോൾ പിന്നെ ബോറായിരിക്കുമല്ലോ. ചെറിയ നെയിമൊക്കെ ആണെങ്കിൽ ഇതുപോലെ എഴുതി കൊടുത്താൽ മതി. അപ്പോൾ ഹല എന്നുള്ളത് ഇപ്പം ഞാനിതിലും എഴുതി കൊടുക്കേണ്ട ഓരോ ലെറ്റേഴ്സായിട്ട് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ കുറേ പേര് എന്നോട് ചോദിക്കാറുണ്ട് നെയിം എഴുതണത് എങ്ങനെയാണെന്നുള്ളത്. ഞാൻ സെപ്പറേറ്റ് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്, എന്നാലും കുറേ പേര് എന്നോട് ചോദിക്കൂട്ടാ. അപ്പോൾ നെയിം ഡയറക്റ്റ് ബ്രഷ്, പോയിൻ്റ് ബ്രഷാണ് എടുക്കുക. പിന്നെ കളറിൽ ഡയറക്റ്റ് ഡിപ്പ് ചെയ്യുക കേട്ടോ. വേറെ നമ്മൾ എടുത്ത് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ ചെയ്യണമെന്നൊന്നുമില്ല. ഡയറക്റ്റ് അതിലൊന്ന് ഡിപ്പ് ചെയ്തതിൻ്റെ ശേഷം നമ്മൾ എഴുതി കൊടുത്താൽ മതി ഫോണ്ടൻറ്റിലിട്ടാ. പിന്നെ ഇത് ഫസ്റ്റൊക്കെ എഴുതുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ നമ്മൾ എഴുതിയിട്ട് ഒരു എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് നെയിം എഴുതാൻ കഴിയും കേട്ടോ. ഫസ്റ്റ് ഒരു ദിവസം കൊണ്ടൊന്നും കറക്റ്റായിട്ട് കിട്ടണമെന്നില്ല. അപ്പോൾ ഞാൻ കുറച്ച് കട്ടിയിലായിട്ടാണ് കേട്ടോ ലെറ്റേഴ്സ് ഓരോന്നും കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നെയിം കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ടാണ്, അതായത് ഈ മുകളിലായിട്ട് ബോർഡർ വന്നിട്ടുണ്ടല്ലോ, അതിൻ്റെ മുകളിലായിട്ടാണ് ഈ പേപ്പേഴ്സ് കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിങ്ങനെ ഡയറക്റ്റ് ഇങ്ങനെ ഇരിക്കൂല കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ആക്കിയിട്ട് വേണം ഈ പേപ്പറിന് അതിൽ ഒട്ടിച്ചു കൊടുക്കാൻ. ഈ ഒരു ഫയർ പേപ്പറിന് ഒട്ടിച്ചു കൊടുക്കേണ്ടത് വെള്ളം വെച്ചിട്ടുമാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ കേക്കിൽ വെച്ചതിൻ്റെ ശേഷം ചെയ്യാം. അപ്പോൾ ഞാനിവിടെ കേക്ക് 1 kg ടോൾ കേക്കാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇത് വാനില വെൽവെറ്റാണ് ഫ്ലേവർ വന്നിട്ടുള്ളത്. വൈറ്റ് ഫോറസ്റ്റിൻ്റെ സ്പഞ്ചും റെഡ് വെൽവെറ്റിൻ്റെ കൂടി മിക്സ് ആയിട്ടാണ് കേട്ടോ ഈ ഒരു ഫ്ലേവർ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു കളർ വന്നിട്ടുള്ള ലിലാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള കളറാണ് ഈ ഒരു പർപ്പിൾ കളർ, ലാവൻഡർ കളർ കൊടുത്തിട്ടുള്ളത് കേട്ടോ.
ഇനി നമ്മൾ ഇതിൻ്റെ ഈ ഒരു സൈഡിൽ കേക്കിൽ തന്നെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുള്ളതാണ് ഓരോ ലെറ്റേഴ്സും വെച്ച് കൊടുക്കാമെന്ന് വെച്ചിട്ടോ. നമ്മൾ ബേസിൽ ഒട്ടിച്ച് കൊടുക്കണമെങ്കിൽ ഒട്ടിച്ച് കൊടുക്കാം. അതിന് ഇതിനേക്കാളും കുറച്ചുകൂടി കട്ടി വേണം കേട്ടോ ഫോണ്ടൻ്റ്. അപ്പോൾ ഞാനിതാ ഓരോന്നായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഫയർ പേപ്പർ ഇതിൻ്റെ മുകളിലായിട്ട് ഒട്ടിച്ചിട്ടില്ല. വെള്ളം ജസ്റ്റ് ഒന്ന് ബ്രഷിലാക്കിയിട്ട് വേണം കേട്ടോ ഒട്ടിച്ച് കൊടുക്കാൻ. അപ്പോൾ ഇതൊന്ന് വെച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം ഡെക്കറേഷൻ എല്ലാം കഴിഞ്ഞു ഫ്രണ്ടിലേക്ക് വേണം നെയിം വരാൻ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിൻ്റെ ശേഷം മാത്രം ഇതിൻ്റെ മുകളിലായിട്ട് ഒട്ടിച്ച് കൊടുക്കാമെന്ന് വെച്ചു. അപ്പോൾ കുറച്ച് പേപ്പർ ബട്ടർഫ്ലൈസ് ആണ് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇതാ കുറച്ച് വെള്ളം എടുത്തിട്ട് ഈ ബോർഡറിലായിട്ട് കൊടുത്തു. അതിൻ്റെ ശേഷം എല്ലാത്തിനും ഈ 3 ലെറ്റേഴ്സിൻ്റെ മുകളിലായിട്ടും കൊടുത്തിട്ടുണ്ട്. ഇനി പേപ്പറിന് അതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. ജസ്റ്റ് ഒന്നിങ്ങനെ പ്രസ് ചെയ്താൽ തന്നെ അത് അവിടെ ഒട്ടിയിരിക്കും കേട്ടോ. ഈ ഒരു രീതിയിൽ വരിക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത് മാത്രം മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഇനിയിപ്പോൾ ഞാൻ ഹാപ്പി ബർത്ത്ഡേൻ്റെ സ്റ്റിക്ക് ഉണ്ട്, ആ സ്റ്റിക്കുമേലും ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ക്യാമറ വെച്ചതിൽ ചെറിയൊരു ഇത് കാരണം അത് കാണാൻ കഴിയണില്ല. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേൻ്റെ ആ സ്റ്റിക്കിലും പിന്നെ അതിൽ നിന്നും ഈ ഒരു നെയിമുമൊക്കെ വരുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു പേപ്പറിനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ടോപ്പിൽ കത്തിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ താഴെ നെയിം ഇങ്ങനെ നെയിമുമേൽ എത്തണം കേട്ടോ, ആ രീതിയിൽ. അപ്പോൾ നമ്മൾ ചെറിയൊരു ഫ്ലവർ വയറാണ് കൊടുത്തിട്ടുള്ളത്. ഫ്ലവർ എല്ലാം യൂസ് ചെയ്യണ ഒരു ചെറിയൊരു വയർ നമുക്ക് കമ്പി തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അത് ഇതിന് വളച്ചിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ ഒട്ടി ഇരിക്കണില്ല കേട്ടോ. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ എഡിബിൾ ഗ്ലൂ യൂസ് ചെയ്യാം. പേപ്പർ വെച്ചിട്ട് ഒട്ടണില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഗ്ലൂ യൂസ് ചെയ്തിട്ട് വെക്കാമെന്ന് വെച്ചു. പിന്നെ അത് ഇനിയിപ്പോൾ വീട്ടിൽ പോയിട്ട് സെറ്റ് ചെയ്യാമെന്ന് വെച്ചു കേട്ടോ. അപ്പോൾ തൽക്കാലം ഇങ്ങനെ ചെയ്തിട്ട് കൊണ്ടുപോവുകയാണ്. അപ്പോൾ ആങ്ങളുടെ വീട്ടിൽ വെച്ചിട്ടാണ് ബർത്ത്ഡേ, അതായത് ഇതിപ്പോൾ എൻ്റെ ആങ്ങളുടെ കുട്ടിക്കാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ അവിടെ പോയിട്ട് സെറ്റ് ചെയ്യാമെന്ന് വെച്ചു. അങ്ങനെ ഇപ്പോൾ ഞാൻ ഇതെല്ലാം ഒന്നും കൂടി ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇനിയിപ്പോൾ എന്തായാലും അവിടെ പോയിട്ട് ചെയ്യാമെന്ന് വെച്ചു. ഇത് അതുപോലെ വളച്ച് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ വളക്കണം വെച്ചിട്ട് ഇരിക്കണില്ല എന്നുണ്ടെങ്കിൽ കേക്കിലൊന്ന് പ്രസ് ചെയ്തിട്ട് വെച്ച് കൊടുത്താലും മതിയേ. പിന്നെ ഇതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് കുറച്ച് വൈറ്റ് കുറച്ച് വലിയ സൈസിലുള്ള ബീഡ്സ് കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വലിയ സൈസാണ് വെച്ചിട്ടുള്ളത്. ഇനി ഇതിനിടക്കായിട്ട് ചെറിയ സൈസിലുള്ള വെച്ച് കൊടുക്കണമെങ്കിൽ വെച്ച് കൊടുക്കാം. അതൊക്കെ നമുക്ക് ഓരോ ഡെക്കറേഷനനുസരിച്ചും ഇഷ്ടത്തിനനുസരിച്ചിട്ടും മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇത് സിമ്പിൾ ആക്കിയിട്ടുള്ളത് വലിയൊരു ഫംഗ്ഷനൊന്നുമില്ല, ജസ്റ്റ് ഒരു കേക്ക് കട്ടിങ് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് സിമ്പിളായിട്ടുള്ളൊരു കേക്കാണ് ചെയ്യാമെന്ന് വെച്ച്. പിന്നെ ഇതാ ഇപ്പോൾ ഞാൻ ആ ഒരു പേപ്പറും എല്ലാം വെച്ചിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഇത് വീട്ടിൽ നിന്നും കൊണ്ടുവരുന്ന സമയത്ത് ഇതിന് ആ ഒരു ഫ്ലവർ വയർ ഇല്ല, അത് വീട്ടിൽ വെച്ച് മറന്നു പോയിട്ട് എൻ്റെ വീട്ടിൽ വെച്ചിട്ട് പിന്നെ ഇവിടെ ബ്രദറിൻ്റെ വീട്ടിൽ വന്നപ്പോഴാണ് അതില്ലാത്തത് കണ്ടത്. അപ്പോൾ പിന്നെ ജസ്റ്റ് ഒന്ന് അത് ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് 2 നെയിമുമൊക്കെ എടുത്തിട്ടുണ്ട്. നിങ്ങൾ ചെയ്യുന്ന സമയത്ത് അതിന് എന്തെങ്കിലും ഒരു സപ്പോർട്ട് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ കത്തിക്കുമ്പോൾ താഴോട്ട് വരും. ഇനി ഇതിൻ്റെ ടോപ്പിൽ ഞാനൊന്ന് കത്തിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഈ ഒരു കേക്കിനെ സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് സർപ്രൈസ് ആയിട്ട് നെയിമെല്ലാം വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഇത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് കുറച്ചുകൂടി വലിയ കുട്ടികൾക്കാണെങ്കിൽ ഒന്നും കൂടി ഒരു സർപ്രൈസ് ആയിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു ഫയർ പേപ്പർ വെച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു ഫയർ പേപ്പർ വാങ്ങിച്ചിട്ടുള്ളത് ഇൻസ്റ്റാഗ്രാം പേജാണ്. അപ്പോൾ അവരെ ഇൻസ്റ്റാഗ്രാം ഐഡിയും കാര്യങ്ങളും വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ കോൺടാക്ട് നമ്പറും എല്ലാം ഞാനിതിൽ താഴെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ അതിൽ ഓർഡർ ചെയ്തിട്ട് വാങ്ങിക്കുക കേട്ടോ. അപ്പോൾ ഈ ഇന്ത്യയിലെ എല്ലാ ഭാഗത്തും അവർ കൊറിയറായിട്ട് അയച്ചു കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ആവശ്യമുള്ളവർ ഇതിലൊന്ന് കോൺടാക്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയ വിശേഷങ്ങളെല്ലാം ആയിട്ട് നമുക്ക് കാണാം. താങ്ക്